നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് കിട്ടാൻ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ തടസ്സം നിൽക്കുന്ന 5ഓളം കാര്യങ്ങളെപ്പറ്റി പഠിക്കാനായിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും അവിടെ ഇടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ നേടാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ നേടാൻ തടസ്സം നിൽക്കുന്ന 5ഓളം കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡോണ്ട് വാണ്ട് ടു ബി റിച്ച് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പണക്കാരനാവാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അതങ്ങനെ പറയാനായിട്ട് കാരണമെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പൈസ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഒക്കെ അടിച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെ കുറേ മിഥ്യാധാരണകൾ നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ ധാരണകൾ ആളുകൾക്കുള്ളത് കൊണ്ട് പലപ്പോഴും അവർക്ക് പൈസ കിട്ടാത്തത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു അഫർമേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സേഫ് ഫോർ മീ ടു ഹാവ് എ ലോട്ട് ഓഫ് മണി. എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിൽ സേഫായിട്ട്, അതായത് എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത് സേഫായിട്ട്, അല്ലെങ്കിൽ ആ പൈസ ആരും മോഷ്ടിച്ചോട്ട് പോകും. ഇറ്റ് ഈസ് സേഫ് ടു ഹാവ് എ ലോട്ട് ഓഫ് മണി എന്നുള്ളതാണ്. അടുത്ത നമുക്ക് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അവർ പൈസയെ അവരെക്കാട്ടിയും ഗ്രേറ്റർ ഓർ എബോവ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ചിന്തിക്കുന്നുള്ളതാണ്. അതായത് പൈസ അവരെക്കാൾ വലുത്. നമുക്കൊരു 1 കോടി രൂപയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഭയങ്കരമായൊരു ഭീമമായ തുക എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ എന്ന് പറയുന്നത് 10 രൂപ ഉണ്ടാക്കുന്ന അതേ തോതിൽ നമുക്ക് എന്ത് കിട്ടാൻ 100 കോടി രൂപയും അല്ലെങ്കിൽ 1000 കോടി രൂപയും അതൊക്കെ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നിയേക്കാം. പക്ഷേ അതൊരു ഫാക്റ്റാണ്. നമുക്ക് എത്ര കോടി രൂപ വേണം നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമ്മൾ ആ ബിലീഫ് കൾട്ടിവേറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒന്ന് പറയാം, ഒരു അഫർമേഷൻ പറയാം. ഐ ആം റിച്ച് മണി മാഗ്നറ്റ് എന്നുള്ളതാണ്. ഐ ആം റിച്ച് മണി മാഗ്നറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പലപ്പോഴും ആളുകൾ വർത്തിനെസ് ഇഷ്യൂ ഉണ്ടെന്നുള്ള. വർത്തിനെസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ എന്നുള്ളതാണ് നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പം സ്ട്രഗിൾ ചെയ്താലേ പൈസ കിട്ടുള്ളൂ, കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റി നമ്മൾ പഠിപ്പിച്ചു ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലല്ല. നമ്മളെപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി പറയുന്ന കാര്യമാണ് മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി എന്ന് നിരന്തരമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പറയും. ചില ആളുകൾ പറയും ഇത്ര ഏജിൽ കൂടുതൽ പണം, മില്യണേഴ്സൊക്കെ ഇത്ര ഏജിൽ കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ അത്ര ഏജിൽ കൂടിയ ആളുകളാണെങ്കിൽ മാത്രമേ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ് പല ആളുകളും മിഥ്യാധാരണയായി വിചാരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊന്നുമല്ല കാര്യം. നമുക്ക് എത്ര രൂപ വേണോ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നോ നിങ്ങളുടെ കളറോ അതൊന്നും നിങ്ങളുടെ എത്ര പൈസ വേണോ ഉണ്ടാക്കുന്ന അതിലൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു അഫർമേഷൻ പറഞ്ഞാലോ, എവരി ഡേ ഇൻ എവരി വേ ഐ ഗ്രോ റിച്ചർ ആൻഡ് റിച്ചർ എന്നുള്ളതാണ്. അതായത് എല്ലാ ദിവസവും എല്ലാ കാരണങ്ങളാലും ഞാൻ പണക്കാരനായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ 4ാമത്തെ പോയിന്റിലേക്ക് വന്നാൽ സ്റ്റിങ്കി മണി ബിലീഫ് എന്നുള്ളതാണ്. അതായത് പല ആളുകളും പൈസ ഉണ്ടാക്കുന്നത് വളരെ മോശമാണ്, പണക്കാരൊക്കെ മോശക്കാരാണ്. ഈ റോഡിൽ കൂടെയൊക്കെ ഏതെങ്കിലും പണക്കാരെ പോയാൽ, ഒരു BMW കാറൊക്കെ പോയാൽ അവർ കള്ളപ്പണക്കാർ, ഏതെങ്കിലും ബിസിനസ്സുകാരെ കണ്ടാൽ അവർ കള്ളപ്പണക്കാർ എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു ചിത്രീകരിക്കപ്പെടുന്ന ഒരു ലോകം നമ്മൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ സമൂഹം നമ്മളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ബിസിനസ്സുകാരുടെയിലാണ് കാശ്, അല്ലെങ്കിൽ
ഒരുപാട് ഹൈ എനർജി ഹൈ ഇൻകം സ്കില്ലുള്ള അല്ലെങ്കിൽ ഒരുപാട് കാശുള്ള ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിലേക്ക് കാശ് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും പൈസ കൂടുതലുള്ള ബിസിനസ്സുകാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ മേഖലയിലുള്ള ആളുകളായിക്കോട്ടെ, നമ്മൾ അവരെ നല്ല രീതിയിൽ കാണുക. നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ അവരെ നല്ല രീതിയിൽ, കാരണം പൈസയുടെ പ്രിൻസിപ്പിളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പൈസയൊക്കെ കിട്ടുന്നത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നമ്മളെന്തായാലും പൈസ ഉള്ള ആളുകൾ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, നല്ലതായി കാണുക. അത് ഇപ്പം അവരിൽ മോശം മനുഷ്യരൊക്കെ കാണുക. ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളെപ്പോഴും പറഞ്ഞു നമ്മളെല്ലാവരും അൺകണ്ടീഷണൽ സ്നേഹിക്കുക എന്നൊക്കെ പറയും. ഇതെന്നൊക്കെയാണ് അടുത്തത്. അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം വേറൊരു പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഓക്കെ, അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു അഫർമേഷനിലേക്ക് പോവാം. വാട്ട് ബെനിഫിറ്റ് മീ ബെനിഫിറ്റ് അതേഴ്സ്. എന്നെ ബെനിഫിറ്റ് ചെയ്യുന്നത് ആളുകളെയും ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആറ്റിറ്റ്യൂഡ് വെൻ റിസീവിങ് മണി എന്നുള്ളതാണ്. അതായത് മണി റിസീവ് ചെയ്യുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈസ റിസീവ് ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ പൈസ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അത്ര രൂപയല്ലേ നമുക്ക് കിട്ടിയുള്ളൂ. അല്ലാതെ ആ 1000 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ 10 രൂപ ആയിക്കോട്ടെ, അതിന് നമ്മൾ നന്ദി പറയാതെ നമ്മൾ വീണ്ടും അല്ലാതെ അത്ര പോരാ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകുന്നു. അങ്ങനെയല്ല, അതുകൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പിടിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യില്ല, മാക്സിമം പിടിച്ച് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് മാക്സിമം വരെ എന്നൊക്കെ പിഴിഞ്ഞ് ബാർഗെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ, അതൊക്കെ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡ് റോങ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് മാറ്റിയിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഐ അപ്രിഷ്യേറ്റ് ഒരു അഫർമേഷനാണ്, ഐ അപ്രിഷ്യേറ്റ് ദി ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ളതാണ്. ഐ അപ്രിഷ്യേറ്റ് ദി ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ് എന്നുള്ളതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. കൂടാതെ നമ്മുടെ പെയ്ഡ് ക്ലാസ് നിങ്ങൾ 100% നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഹീലിങ്സ് ഒക്കെ ഉൾപ്പെടുന്ന, കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ആ ചെളി റിമൂവ് ചെയ്താലേ ആ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ പറ്റൂ. അപ്പോൾ അതിനൊക്കെ നമ്മുടെ മനസ്സൊക്കെ ശുദ്ധീകരിക്കുകയും കുറച്ചധികം കാര്യങ്ങൾ നമ്മളൊരു 5ഓളം പ്രക്രിയകളുണ്ട്, അതൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്മുടെ കമൻറ്റ് സെക്ഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. താങ്ക് യു.